സീറ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നുബുവത്ത് മുതൽ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു നിയ്യത്ത്, അത് ഇപ്പോൾ ഓർമ്മ വന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചേർക്കാൻ കഴിയുമോ അതൊക്കെ ചേർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എല്ലാം കഴിഞ്ഞു വരണമെന്നില്ലെങ്കിലും എന്തൊക്കെ നമുക്ക് നുബുവത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഒക്കെ നമുക്ക് സ്വാംശീകരിച്ചെടുക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഇന്ത്യയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിച്ച വിഖ്യാതനായ പണ്ഡിതനാണ് സഫിയുർ റഹ്മാൻ അൽ മുബാറക്പൂരി. ഇന്നത്തെ ഉത്തർപ്രദേശിലെ മുബാറക്പൂർ എന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ്. ലോകാടിസ്ഥാനത്തിൽ സൗദി അറേബ്യയുടെ ഭരണകൂടം 1 വർഷം കാലയളവ് നൽകി പ്രവാചകന്റെ സീറയിൽ ഒരു ഗ്രന്ഥം രചിക്കുക എന്നൊരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലുമാണെന്നാണ് എൻ്റെ അറിവ്. ഏതു ഭാഷയിലും എഴുതാം, മത്സരമാണ്. അങ്ങനെ ലോകം മുഴുവനുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ വിവിധ ഭാഷകളിൽ എഴുതിയ ആ സീറ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് സഫിയുർ റഹ്മാൻ അൽ മുബാറക്പൂരി റഹിമഹുല്ല എഴുതിയ റഹീഖുൽ മഖ്തൂം എന്ന അറബി ഭാഷയിലുള്ള സീറയായിരുന്നു. അതൊക്കെ എഴുതിക്കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഇതിനെ ആശംസിക്കാൻ വേണ്ടി, സമ്മാനം ലഭിച്ചപ്പോൾ ആശംസിക്കാൻ വേണ്ടി ചില പണ്ഡിതന്മാർ കുറച്ച് ദൂരെ നിന്ന് അദ്ദേഹത്തിന് അടുക്കൽ വന്നു. അദ്ദേഹത്തിന് ഈ സമ്മാനമൊക്കെ ലഭിച്ചതിൽ ആശംസ അറിയിക്കാൻ. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നില്ല. സഫിയുർ റഹ്മാൻ മുബാറക്പൂരി റഹിമഹുല്ല താടി വെക്കാത്തൊരു മനുഷ്യരായിരുന്നു അതുവരെ. അപ്പോൾ ഈ വന്ന പണ്ഡിതൻ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ആശ്ചര്യമായി. പ്രവാചക സീറ എഴുതിയൊരു വ്യക്തിക്ക് എന്തുകൊണ്ട് താടിയില്ല? അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, സഫിയുർ റഹ്മാൻ, നിങ്ങൾ ഒന്ന് കണ്ണടയ്ക്കൂ. നിങ്ങൾ വായിച്ചതും നിങ്ങൾ എഴുതിയതുമായ പ്രവാചകൻ്റെ ജീവിതവും പ്രവാചകൻ്റെ രൂപവും ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്കൊന്ന് കൊണ്ടുവരുക. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. സഫിയുർ റഹ്മാൻ എന്ന പണ്ഡിതൻ കരഞ്ഞുപോയി. പിന്നീട് തൊട്ടാണ് അദ്ദേഹം താടിയുടെ വിഷയത്തിൽ വളരെ നല്ല നിഷ്കർഷത പുലർത്താൻ തുടങ്ങിയതെന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന പ്രവാചകൻ്റെ ഏത് രംഗമുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠമുണ്ടാകും. അതൊരു പക്ഷേ നമുക്ക് എല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്നത് പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ഒരു മുത്തബിഉ സുന്ന, പ്രവാചകൻ്റെ സുന്നത്ത് അപ്പടി പിന്തുടരുന്ന ഒരാളായി മാറാൻ സ്വഹാബാക്കളെ പോലെ നമുക്കും കഴിയും എന്നതിലൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.